ചിഞ്ചു, ഇതൊരു തമാശ പുസ്തകമാണോ അതോ കെമിസ്ട്രി പാഠപുസ്തകമാണോ? ബലൂൺ അന്തരീക്ഷത്തിലൂടെ പറന്നു നടക്കുന്നതും മോൾ സങ്കല്പനവുമെല്ലാം ഉണ്ടല്ലോ ഇതിൽ. അപ്പു, നീ ഇപ്പോഴും പഴയ കെമിസ്ട്രി മറന്നിട്ടില്ലല്ലേ? ഇത് വാതക നിയമങ്ങളെയും മോൾ സങ്കല്പനത്തെയും കുറിച്ചാണ്. ബലൂണിൽ ഹീലിയം വാതകം നിറയ്ക്കുമ്പോൾ അത് ഉയർന്നു പൊങ്ങുന്നത് അതിന്റെ സാന്ദ്രത വായുവിനേക്കാൾ കുറവായതുകൊണ്ടാണത്രേ. അത് ശരി. അപ്പോൾ ഈ വാതകങ്ങൾ എന്തൊരു വിചിത്ര സ്വഭാവക്കാരാണ്. ഖരങ്ങളെയും ദ്രാവകങ്ങളെയും പോലെ വടുങ്ങിയിരിക്കുകയില്ല. തന്മാത്രകൾ തമ്മിൽ ആകർഷണബലം വളരെ കുറവാണ്. എവിടെയും എത്താതെ ഓടി നടക്കുകയാണിവർ. അതെ അതെ, മാക്സ്വെല്ലും ബോൾസ്മാനും പറഞ്ഞ കൈനറ്റിക് തിയറി പ്രകാരം വാതക തന്മാത്രകൾ എല്ലായ്പ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. പരസ്പരം കൂട്ടിമുട്ടുന്നു, പാത്രത്തിന്റെ ഭിത്തിയിലിടിക്കുന്നു. ആ ബലമാണ് വാതകമർദ്ദം. ഓഹോ, അപ്പോൾ ഈ മർദ്ദമളക്കാൻ മാനോമീറ്റർ എന്നൊരു ഉപകരണമുണ്ടല്ലേ? ഇലക്ട്രോണിനെ പിടിക്കാൻ കഴിയാത്തതുപോലെ ഈ വാതകങ്ങളെ പിടിക്കാൻ ഓരോ ഉപകരണങ്ങൾ. അതിനെന്താ, ബോയ്ലിന്റെ നിയമം കേട്ടിട്ടുണ്ടോ? താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയും. സിറിഞ്ചമർത്തുമ്പോൾ ബലൂൺ ചെറുതാകുന്നത് അതുകൊണ്ടാണത്രേ. അപ്പോൾ ബലൂൺ മുകളിലേക്ക് പോകുമ്പോൾ വലുതാകുന്നതും അക്വേറിയത്തിലെ കുമിളകൾ മുകളിലേക്ക് വരുമ്പോൾ വികസിക്കുന്നതും ഈ ബോയിൽ നിയമം കൊണ്ടാണല്ലേ? മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം കൂടും. ട്യൂഷൻ കിട്ടാത്ത ഇലക്ട്രോണുകളെപ്പോലെ എപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണിവൻ. പിന്നെ ചാൾസ് നിയമമുണ്ട്. അത് താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ്. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ താപനില കൂടുമ്പോൾ വാതകത്തിന്റെ വ്യാപ്തം കൂടും. ഗ്ലാസ് കുപ്പി കൈകൊണ്ട് പിടിക്കുമ്പോൾ അതിലെ മഷി ഉയരുന്നത് അതുകൊണ്ടാണ്. അതായത് തണുപ്പിക്കുമ്പോൾ ടയറിലെ കാറ്റ് കുറയുന്നതും വേനൽക്കാലത്ത് ടയറിൽ കുറഞ്ഞ മർദ്ദത്തിൽ കാറ്റ് നിറയ്ക്കുന്നതും ഈ നിയമം വെച്ചാണല്ലേ? ചൂടാകുമ്പോൾ ടയർ